ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു, പിടിച്ചിട്ട് കൊന്നു. എന്നാലല്ലേ ഞങ്ങൾക്ക് സമാധാനം. പോലീസ് വീണ്ടും പിന്നീട് വിളിക്കുകയൊക്കെ ചെയ്തോ നിങ്ങളെ? ഇല്ല, വിളിച്ചിട്ടില്ല. അവരെ കൊണ്ട് എന്താ ഉപകാരം? അവർക്ക് എത്ര കംപ്ലൈന്റാ കൊടുക്കുന്നത്, എന്നിട്ട് ഒരു റിയാക്ഷൻ എടുക്കാത്ത അവർ പോലീസുകാരാണോ? അയാളെ കിട്ടിയിട്ട് കൊല്ലുക. എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാരനെ വളർത്തി 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 കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. കേസ് എടുത്തില്ല. അമ്മ പോയി, അച്ഛനും പോയി. ഞങ്ങളിനി എവിടെ ഇരിക്കുക? ഞങ്ങൾക്കിനി ആരും ഉള്ളത്? എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ എടുത്തില്ല? ഞങ്ങൾ എവിടെ പോയിരിക്കും? പോത്തുണ്ടെങ്കിൽ പോകാൻ പറ്റൂ? ഞങ്ങൾക്കിനി ആരും ഉള്ളത്? കണ്ടില്ല നിങ്ങള്, ചോരക്കൊതിയനായ ഒരു ചെകുത്താൻ അനാഥരാക്കി മാറ്റിയ 2 പെൺകുട്ടികളുടെ രോദനം. ഇനി ആരാണ് അവർക്ക് സ്നേഹം പകർന്നു നൽകാനുണ്ടാവുക? നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയൂലേ? നമ്മുടെ മക്കൾക്ക് നമ്മൾ കൂട്ടിനായി മാതാപിതാക്കളായ ഉമ്മയും ഉപ്പയുമായ നമ്മൾ അവരുടെ പിന്നാലെ ഉണ്ടായിട്ടും അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും എത്രമാത്രമാണെന്ന് നമ്മോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാകും. ഇനി അമ്മയില്ല, ഇനി അച്ഛനില്ല, ആരോരുമില്ലാതെ ഇനിയുള്ള ദിനങ്ങൾ അവരെങ്ങനെ തള്ളി നീക്കും? അവരുടെ ഓർമ്മകൾ അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ എന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ട് ഇത്രയധികം അക്രമകാരികൾ പെറ്റുപെരുകുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠനം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവർ പോലീസിന് പരാതി നൽകിയിട്ടും പോലീസിൽ പോലും വിശ്വാസമില്ല എന്ന് ഇവർക്ക് പറയേണ്ടി വരുന്നത്, ഒരു ഇന്ത്യയിൽ അധിവസിക്കുന്ന ഒരു പൗരൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത് വളരെ കഷ്ടമാണ്. ഇവിടുത്തെ നിയമത്തിൽ വിശ്വാസമില്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കും എന്നുള്ളത് ഗൗരവത്തോടു കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇവിടുത്തെ കുറ്റവാളികൾക്ക്, ചോരക്കൊതിയന്മാരായ ചെകുത്താന്മാർക്ക് ധൈര്യം പകർന്നു നൽകുന്നത് ഇന്ത്യയിലെ ശിക്ഷാ നടപടികൾ തന്നെയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ, തൊട്ടു മുന്നേ 2 ദിവസങ്ങൾക്ക് മുന്നേ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ജഡ്ജ് വധശിക്ഷ വിധിച്ചപ്പോ, തൂക്കുകയറ് വിധിച്ചപ്പോ ജനങ്ങൾ ഒന്നടങ്കം ആ വാർത്തക്ക് കീഴിലിട്ടൊരു കമന്റ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അവളുടെ ആ ഒരു തൂക്കുകയറിനെ ജീവപര്യന്തമോ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ചില തടങ്കൽ ശിക്ഷയാക്കി കുറക്കുമെന്നത് തീർച്ചയാണ് എന്ന് ജനങ്ങളോട് ഒന്നടങ്കം അവിടെ കമന്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ ഇത് കേട്ടുവരികയാണ്. അക്രമകാരികൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. മാറേണ്ടത് ഇന്ത്യൻ ശിക്ഷാ നടപടികളാണ്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കൂ. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ കൊന്നവരെ തിരിച്ചു കൊല്ലുമെന്നുള്ള അതികഠിനമായിട്ടുള്ള ഒരുത്തൻ ഇനി ഒരിക്കലും മറ്റൊരുത്തനെ കൊലപ്പെടുത്താൻ ഇടവരാത്ത രീതിയിൽ മറ്റൊരു കൊലയാളി ജന്മം കൊള്ളാത്ത നിലയിലാണ് ഗൾഫ് രാജ്യങ്ങളുടെ നിയമ നടപടികൾ എന്ന് പറയുന്നത്. ഒരുത്തനെ കൊന്നാൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് കൊലക്ക് പകരം കൊല എന്ന് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ശിക്ഷാ നടപടി ഗൾഫ് രാജ്യങ്ങളിലുള്ള പൗരന്മാർ ഈ ശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള മാനസിക സ്ഥിതി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. വളരെ കുറവാണ് ഗൾഫ് രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ. കൊലപാതകത്തിന് മാത്രമല്ല, അവിടെ മോഷണം നടത്തിയാൽ അവൻ്റെ കൈ മുറിക്കുക തുടങ്ങി വളരെയധികം മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ തൂക്കുകയർ, അങ്ങനെ വളരെ കഠിനമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശിക്ഷാ നടപടികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നും നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നമ്മുടെ രാജ്യത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇനിയും ഇത്തരത്തിലുള്ള പാവപ്പെട്ട നിരപരാധികളായ, ഇത്തരത്തിലുള്ള പാവപ്പെട്ട യതീമുകളായ അനാഥരുടെ കണ്ണുനീർ ഇനിയും നമ്മുടെ ഭൂമിയിൽ വീഴാതിരിക്കുകയുള്ളൂ. രാജ്യത്ത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം കാണപ്പെട്ടാൽ ഉടനെ അന്വേഷിക്കുകയും കൊലപാതകമാണെങ്കിൽ തിരിച്ചു കൊല്ലുകയും മോഷണമാണെങ്കിൽ കൈവെട്ടുകയും അതിനോട് ഏത് കുറ്റകൃത്യമാണോ ചെയ്തത് അതിന് അതേപടി ശിക്ഷ നൽകുന്ന ഒരു ശിക്ഷാ നടപടികൾ
നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ ഇത്തരത്തിലുള്ള കുറ്റവാളികളൊക്കെ നമുക്ക് അസ്ഥാനത്തായിട്ട് മാറും. അതൊക്കെ ഭൂതകാലത്തിലെ ചില സംഭവങ്ങളായിട്ട് മാറുക തന്നെ ചെയ്യും. കാരണം ശിക്ഷാ നടപടിയെക്കുറിച്ച് കുറ്റവാളികൾക്ക്, പൗരന്മാർക്ക് പേടിയുണ്ടാകുമ്പോൾ കുറ്റകൃത്യം ചെയ്യാനുള്ള മനോഭാവം അവിടെ കുറഞ്ഞു വരുമെന്നുള്ളതാണ്. ഈ ഒരു ശിക്ഷാ നടപടികളുമായിട്ട് ഇനിയും നമ്മുടെ രാജ്യം തുടർന്നു പോവുകയാണെങ്കിൽ വൈകാതെ ചെകുത്താന്മാരുടെ, ചോരകുടിയന്മാരായ ചെകുത്താന്മാരുടെ ഭ്രാന്താലയമായിട്ട് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യം മാറുകേണ്ടി വരും. അതല്ലെങ്കിൽ ഒരുപാട് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായി കൊണ്ട്, കുറ്റകൃത്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന രാജ്യമായി കൊണ്ട് നമ്മുടെ രാജ്യം മാറാൻ അധികം സമയമെടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് ചർച്ച വേണ്ടത് ശിക്ഷാ നടപടികളിലാണ്. ശിക്ഷാ നടപടികളിൽ മാറ്റം വരുത്തുന്ന പുതിയ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ ഗവൺമെന്റ് നടപ്പിൽ വരുത്തിയാൽ ഇത്തരത്തിലുള്ള കണ്ണുനീരിന് നമുക്കൊരു അറുതി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.